ഞാൻ കരുതിയത് ഒട്ടകത്തിന്റെ പുറത്തുള്ള സവാരി ബോറായിരിക്കുന്ന, പക്ഷെ ഇത് റോളർ കോസ്റ്ററിനേക്കാളും വളരെ രസമുണ്ട്. കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കൂട്ടുകാരെ. എന്തായാലും ഇവന്റെ പുറത്ത് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ വെച്ചിട്ടുണ്ടല്ലോ. ഈ അടിപൊളി തന്നെ, സംശയമുണ്ടോ? കൂട്ടുകാരെ ദാ നോക്കിയേ, ഇവിടെ ചില അടയാളങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നതേ വേറെ ചിലരിവിടെ ഉണ്ടെന്നാണ്. എടാ, ഇത് ഇവന്റെ കാലടയാളം തന്നെയാ. നമ്മൾ കറങ്ങുന്നത് ഇപ്പോഴും ഇവിടെ തന്നെയാ. നിക്ക് നിക്ക്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എന്റെ പുറത്ത് കുറച്ച് മുള്ളു കുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇതെന്തായാലും തീരുന്നില്ലല്ലോ. എന്റെ അടുത്ത് നീ മുള്ളെന്ന് പറയുന്നല്ലേ? എടാ, എന്റെ പേര് ജാൻസിന്ന. സോറി, മുള്ളെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിനകത്തൊരു റെസ്ലർ കയറി വരും. ശരി, ഇനി ഞങ്ങൾ അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയാം. മുതലാളി മുതലാളി എന്ന പേര് മാത്രം വേണ്ട. അയാൾക്ക് വേണ്ടി ഞാൻ രാജസ്ഥാനില് പല വർഷങ്ങളായിട്ട് അയാൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരേക്കും എനിക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ മുള്ളെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് റെസ്ലർ ആയി പോകുന്നത്. ഓ, നിന്റെ ബൈസെപ്സ് കണ്ടപ്പോഴേ എനിക്ക് അപ്പോഴേ തോന്നി നീ വലിയൊരു റെസ്ലർ ആയിരിക്കുമെന്ന്. നീ എന്റെ സ്റ്റേറ്റുവിനെ കുറിച്ച് എന്താ പറഞ്ഞേ? മുതലാളി എനിക്ക് ഇതുവരെ വിശ്രമം തന്നിട്ടേ ഇല്ല. ചിലപ്പോ പറയും നീ പോ, നിനക്ക് വിശ്രമമാണെന്ന്. പക്ഷെ അത് കഴിയുമ്പോൾ ടൂറിസ്റ്റുകാർ എന്റെ പുറത്ത് വന്നിരിക്കും. ഇതുവരെ എനിക്ക് വിശ്രമം ഉണ്ടായിട്ടില്ല. എനിക്കും വെക്കേഷൻ ആവശ്യമുണ്ട്. എനിക്കും ജീവിതം അടിച്ചു പൊളിക്കണം. ഇവന്റെ സങ്കടം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇവന്റെ മുതലാളി ഒരു ക്രൂരനാണെന്നാ തോന്നുന്നേ. എനിക്കൊരു അവധി കിട്ടാനായി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കോ പ്ലീസ്. നീ ഇത്രയും വിഷമത്തോടെ പറയുമ്പോ നിനക്ക് അവധി വാങ്ങി തന്നേ മതിയാവൂ, അല്ലേ ബണി? ആ ശരിയാ. എന്തായാലും നിന്നെ ഞങ്ങളെ സഹായിക്കാം. നിന്റെ മുതലാളി തെറ്റ് മനസ്സിലാക്കുകയും ചെയ്യും, നിനക്ക് അവധി തരികയും ചെയ്യും. താങ്ക് യു. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുക? ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ നീ കേൾക്കണം. പക്ഷെ അതിനു മുമ്പ് ഈ ചൂടിന് ഞങ്ങളത് രക്ഷിക്കണേ. ആദ്യം കൈത ഇങ്ങനെ പിടിക്കേ. ആ മുതലാളിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണോ? അല്ല, കൈന്റെ ഇടയിലെ രാജിക്കത്ത് വെച്ചിട്ട് പറഞ്ഞാ മതി, മുതലാളി ഞാൻ ഈ ജോലി വിടുവാണെന്ന്. കഴുതേ, നീ സേട്ടന്റെ പണി എല്ലാം ചെയ്യണം. നീ അദ്ദേഹത്തെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കരുത്. അത് കണ്ട് നിന്റെ മുതലാളി സന്തോഷിക്കും, നിനക്ക് അവധിയും കിട്ടും. വാ, എന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് പോവാം. സൂക്ഷിക്കണേ, അവിടെ തെന്നി വീഴരുത്. മുമ്പിലായിട്ട് കുറെ മുള്ളുകളുണ്ട്. And his name is John Cena. ഇതെങ്ങോട്ടായി പോയത്? ടിവിയുടെ റിമോട്ട് കാണാനില്ല. ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. വരൂ, റിമോട്ട് കണ്ടെത്താൻ നമുക്ക് അവനെ സഹായിക്കാം. അത് ശരി, കാലം എത്ര കഴിഞ്ഞാലും ശരി നിന്റെയൊക്കെ മോഷണം നിർത്തില്ല അല്ലേടേ? റിമോട്ടിങ് ഇതാ. കിട്ടിപ്പോയി മുതലാളി. ഞാൻ എവിടെ നോക്കിയിട്ട് റിമോട്ട് കിട്ടിയില്ല. 3 ദിവസം കൊണ്ട് ഞാൻ ഒറ്റ ചാനൽ കുത്തിയിരുന്ന് കണ്ടോണ്ടിരിക്കുക. നീ എന്തായാലും അത് കണ്ടുപിടിച്ച് തന്നല്ലോ. ഒരു കാര്യം പറയാം, നീ എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വലഞ്ഞു പോകുവാണേ. മുതലാളി, എനിക്കൊരു അവധി തരൂ.
നിനക്കെങ്ങാണ് ഞാൻ അവധി തന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലാകുമല്ലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക, നിനക്ക് ഞാൻ അവധി തരാൻ പാടില്ല. നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ദേ നോക്ക്, നിന്റെ മുതലാളി നിനക്ക് ഇപ്പൊ പണി തന്നു കഴിഞ്ഞാ നീ ശരിക്ക് ചെയ്യാതെ തല കുത്തനാ ചെയ്യണം. അപ്പൊ അയാൾക്ക് ബോധ്യമാകും നിനക്ക് വിശ്രമം വേണമെന്ന്. അപ്പൊ നിനക്ക് അവധി കിട്ടുകയും ചെയ്യും. ഒരു ഒട്ടകത്തിന് വേണ്ടിട്ടേ ഇത്രയും നല്ലൊരു ഐഡിയ വേറെ ആരും പറഞ്ഞു തരില്ല. എന്തായാലും നിന്നെ കണ്ടത് വളരെ നന്നായി. എന്റെ കാറൊന്ന് വേഗം വൃത്തിയാക്ക. തലകുത്തനെ തലകുത്തനെ. എടാ പൊട്ടാ, കൈ കൊണ്ടല്ലടാ, തുണി കൊണ്ട്. തുണി കൊണ്ട് നല്ല പോലെ വൃത്തിയാക്കടാ. അയ്യോ, വൃത്തിയുള്ള വെള്ളത്തിലടാ കഴുകേണ്ടത്. ഈ വെള്ളത്തിലല്ലടാ കഴുകേ. അനീ, അവൻ നിന്റെ ഐഡിയ ഒക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ എന്താണ് ചെയ്യുക? നമുക്ക് വേഗം പോയി അവനെ തടയണം. സംശയമുണ്ടോ? ആ ഐഡിയ. അയ്യോ, ഈ ഒട്ടകം എന്തുമാത്രം ക്ഷീണിച്ചായിരിക്കുന്നത്. ഈ ഒട്ടകത്തിന് സത്യം പറഞ്ഞ വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. വിശ്രമോ ഒന്നും നടക്കില്ല. ഇവൻ എപ്പോഴും ജോലി ചെയ്തോണ്ടേയിരിക്കണം. ഈ മുതലാളിയോടെ ഒയ്യോയുടെ ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാള് ശരിക്കും നമ്മളെ പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഗ്രാമം വിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാ വന്നിട്ട് എന്റെ ഭാഷയും മാറിയിട്ടില്ല. എന്ത് ചെയ്യാനാ, നമ്മള് പഴയതൊന്നും അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ, അല്ലേ? നല്ല കാര്യം തന്നെയാ മുതലാളി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ നന്നായി ക്ഷീണിച്ചിരിക്കുക. ഇല്ല, ഇവനെ 2 വർഷമെങ്കിലും നിർത്തി നന്നായിട്ട് ജോലി പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലേ നല്ലത്. 2 വർഷോ? അത് ശരി, എന്റെ അടുത്ത് വേറൊരു പ്ലാൻ ഉണ്ട്. സിനിമയിൽ മാസ്ക് ഇട്ട് വരുന്നത് പോലെ ഞങ്ങൾ മാസ്ക് ഇട്ട് വന്ന് നിന്റെ മുതലാളിയെ പേടിപ്പെടുത്തും. അപ്പൊ നീ രക്ഷിക്കണം. അദ്ദേഹം അപ്പോ സന്തോഷം കൊണ്ട് നീ ആഗ്രഹിച്ചതെല്ലാം നേടിത്തരും. അപ്പൊ നീ അദ്ദേഹത്തോട് അവധി ചോദിക്കണം. മാത്രമല്ല, മുതലാളിയുടെ വീട് കണ്ടിട്ട് നല്ല വിലയുണ്ടെന്നാ തോന്നേ. അതിന്റെ റേറ്റ് എത്രയാ? എന്താണ് നീ പറഞ്ഞത്? റേസ് എന്നല്ല, റേറ്റ് എന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണെങ്കിലേ ഞാൻ ചിലപ്പോ റേസ് എന്ന് പറഞ്ഞു പോവും. His name is John Cena. നിങ്ങൾ എല്ലാരും കൂടി എന്നെ തട്ടിക്കളയാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട് തന്നെ വിട്ടു പോയേക്കാം. ഞാനുള്ള പോലെ എന്റെ മുതലാളിയുടെ പുറത്ത് ആർക്കും കൈവയ്ക്കാൻ കഴിയില്ല. എടാ, അദ്ദേഹം വെടിയൊന്നുമല്ല പച്ചത്, അടിക്കുകയാണ് ചെയ്തത്. ഓ സോറി. ഡിഷ്യം ഡിഷ്യം ഡിഷ്യം. അയ്യോ 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 അയ്യോ. നീ എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എനിക്ക് അവധി വേണം. അത് മാത്രം പറ്റില്ല. അത് മാത്രം തരാൻ എനിക്ക് കഴിയില്ല. ഇയാൾക്ക് 2 കൊടുത്തേ ശരിയാവുവാ. മുതലാളി നിക്ക്. ഇയാൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് മുതലാളി എന്താ അവധി കൊടുക്കാത്തെ? അവധിയോ? ആഹാ, ഇവൻ അവധി എടുത്തു പോയാൽ എന്റെ പണികളെല്ലാം പാളും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇവനെ എവിടേക്കും വിടില്ല. ഇനി മുതൽ ഇവന് ഡബിൾ ഷിഫ്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. മതിയാക്ക്. അവധിയുടെ പ്ലാനിങ് ക്യാൻസൽ. ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുകയാ. വാടാ പോകാം. അത്ര പെട്ടെന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഇവന്മാരെ നന്നായിട്ടൊന്ന് പെരുമാറിയിട്ട് ആ ഓട്ടോ തന്നെ ഇങ്ങ് കൊണ്ടുപോവാ.
ചേട്ടാ ചേട്ടന്റെ കവിളിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്ക്, ഞാൻ ശരിയാക്കി തരാം. ഹോ! മര്യാദക്ക് എന്റെ കൂടെ വാ. ഇല്ല, ഇവൻ എന്തായാലും തന്റെ കൂടെ വരില്ല. എടാ ഇത് എന്റെ ഒട്ടകമാണ്, അപ്പൊ എന്റെ കൂടെ ഇല്ലടാ വരത്തുള്ളൂ. നിങ്ങളുടെ ഒട്ടകത്തിന് ഇപ്പോൾ അവധി കൊടുക്കാൻ പോവുകയാണ്. അയ്യോ എന്തുവാടാ? അയ്യോ അയ്യോ ഐ നീഡ് എ ബ്രേക്ക്. അപ്പോഴേക്ക് തളർന്നോ? ഇവിടെ രാവും പകലും തന്റെ ഒട്ടകം പണിയെടുക്കുന്നുണ്ട്. അവനൊരു അവധി താൻ കൊടുക്കില്ല അല്ലേ? സംശയമുണ്ടോ? നിങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു. സബാഷ്. ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി അവനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം. മര്യാദക്ക് അവധി കൊടുക്കുന്നോ ഇല്ലയോ? ഈ എത്ര അവധി വേണേലും ഞാൻ കൊടുക്കാമേ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അവധി വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഞാൻ അവനെ അവധി കൊടുത്തിരിക്കുന്നു. താങ്ക് യു. നിങ്ങൾ 4 പേരും ഒന്നിച്ച് മുതലാളിയുടെ എനിക്ക് അവധി വാങ്ങിച്ചു തന്നു. കൂടാതെ എന്റെ പണിയും എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷേ എന്റെ പ്രത്യുപകാരം ഞാൻ എങ്ങനെ ചെയ്യും? തൽക്കാലം ഞങ്ങൾ ഈ മുള്ളുള്ള പ്രദേശത്ത് നിന്ന് കൊണ്ടുപോയിട്ടേ എന്ത് മുള്ളെന്ന് പറഞ്ഞു? എന്താ?